ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പുനലൂർ ഇപ്പം ഫെസ്റ്റ് നടക്കുകയാണ്, ഹാപ്പി നൂറ ഫെസ്റ്റ്. അപ്പം നമ്മൾ ഇന്നലെ അത് കാണാൻ പോയിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇന്നലെ അതിനെ കൊണ്ടുപോകണത്. അപ്പം ഇന്നലെ വാലൻറ്റൈൻസ് ഡേ അല്ലായിരുന്നു. അപ്പം ഏട്ടനാണെങ്കിൽ പറഞ്ഞ് പെട്ടെന്ന് റെഡിയായി നിൽക്കും, നമുക്ക് പോകാമെന്ന് കരുതി ഞങ്ങളങ്ങനെ പോയി. നല്ലതായിരുന്നു. എനിക്ക് ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫോണ് ചാർജ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഏട്ടൻ എടുത്ത ഫോട്ടോയാണ്, വീഡിയോ ആണ് ഇന്ന് എടുത്തിട്ടേക്കുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ ഇന്നലെ ചാർജില്ല. ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കുത്തി കിട്ടേനെ. പക്ഷേ എനിക്കങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തതെല്ലാം ഏട്ടൻ്റെ ഫോണിലായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു കാണാൻ. ഒത്തിരി മീനുകളും നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒട്ടകവും അറബിയും ഇരിക്കുന്ന ഫോട്ടോയും നല്ലതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ചെടികളും ഉണ്ടായിരുന്നു, കുറേ മീനുകളും പാമ്പും എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീനെല്ലാം കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പല പല സൈസിലുള്ള എല്ലാ മീനുകളും സൂപ്പറായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് പിടിക്കാൻ തോന്നും, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാം ചില്ലും കൂട്ടി ഇട്ടേണൊക്കെയായിരുന്നു. അമ്മൂസാണെങ്കിൽ ചുമന്ന മീനെന്ന് പറഞ്ഞ് അവൾ അതിനെ പിടിക്കാൻ നോക്കുവാണായിരുന്നു. പക്ഷെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ അവളെ കണ്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. പക്ഷെ ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. അവൾക്ക് തൊടണമെന്നുമുണ്ട്. അവൾ എത്തി പിടിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഗ്ലാസ് ആയതുകൊണ്ട് അവൾക്കൊന്നും തൊടാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് തന്നെ നമ്മൾ പിന്നെ മത്സ്യകന്യയെ കാണാൻ പോയി. അവൾ ഈ ഫോണിലൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനും അതാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല, ഫോൺ വഴിയാണ് എല്ലാം കാണുന്നത്. പക്ഷേ അത് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. നല്ലതായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഞങ്ങളെല്ലാം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട് എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി വീഡിയോ എടുക്കാൻ കരുതി. ഇപ്പം മത്സ്യകന്യകയാണെങ്കിൽ കയറി മേളിൽ പോയിട്ട് വന്നപ്പോൾ അതിനൊരു സമയമായി. കുറേശ്ശെ നേരം ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ വീഡിയോ ആക്കിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് ആയപ്പം പിന്നെ മത്സ്യകന്യക ഇറങ്ങി വന്ന്. അങ്ങനെ ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങൾ കുറേ എല്ലാവർക്കും നല്ല ബ്ലാങ്കറ്റ്സും തന്ന് കുറേ ലവും ചെയ്ത് ടാറ്റയും പറഞ്ഞ് മത്സ്യകന്യക ഇങ്ങനെ വന്നു. നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. എല്ലാവരും പോകണം, നല്ല സ്ഥലമാണ്, നല്ലതാണ്. കുട്ടികൾക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ നല്ലതാണ്. ഫസ്റ്റ് ടൈം നമുക്ക് മത്സ്യകന്യക കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. ഫോൺ വഴിയില്ലേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് കാണുമ്പോൾ കൊല്ലത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ അടുത്തായതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്. പുനലൂരുള്ളവർക്കായാലും വന്ന് കാണാൻ നല്ലതാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ അമ്മൂസിനെ തൊടണമെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മൂസ് പറഞ്ഞ് മത്സ്യകന്യക അമ്മൂസിന് ടാറ്റു കൊടുത്തല്ലോ. കാരണം അവിടെ നിന്നവർക്ക് എല്ലാവർക്കും ടാറ്റു ഉമ്മയും കൊടുത്തു. പിന്നെ അവരും ടയേർഡായി കാണുമായിരിക്കും, അത്ര നേരം വെള്ളത്തിലൊക്കെ കിടക്കുമല്ലയോ. അങ്ങനെ ഇവളും ചെന്നിങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ബ്ലാങ്കറ്റ്സൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ നിന്ന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമായിരിക്കും ഇടയ്ക്ക്, പക്ഷെ നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോയിൽ വരുമ്പം ഡ്രസ്സിങ്ങൊക്കെ നല്ല മാറ്റമുണ്ട്. പക്ഷെ ഇന്നലെ കണ്ടപ്പോൾ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ ഫെസ്റ്റ് പ്രോഗ്രാം നടക്കുന്നിടത്ത് പോയി. അവിടെ ഒരു ഡാൻസ് കഴിഞ്ഞ് അവർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മോളാണെങ്കിൽ കളിക്കാൻ നല്ല ഡാൻസായിരുന്നു. നല്ലപോലെ ആസ്വദിച്ചു, നല്ലതായിരുന്നു. അതെല്ലാം കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പരിപാടി കാണാൻ പോയി. പക്ഷെ അത് അവിടെ നിന്ന് നല്ലതായിരുന്നു. അങ്ങനെ അമ്മൂസിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർ നേരത്തെ പേര് കൊടുത്തിരുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ സമയം ഒത്തിരിയാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് റൈഡ് കാണാമെന്ന് കരുതി അങ്ങനെ ട്രെയിനിൽ കയറി. അവൾക്കൊരു കമ്പനിയായിട്ട് കയറി. അവൾ ഒറ്റയ്ക്ക് കയറത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് കയറി. നല്ലതായിരുന്നു. അങ്ങനെ ട്രെയിനെടുത്തു. പക്ഷേ നമുക്ക് ഇച്ചിരിയൊക്കെ പേടിയൊക്കെ തോന്നുമായിരുന്നു. വളവൊക്കെ എത്തുമ്പോൾ വീഴാൻ പോകുമെന്നൊക്കെ തോന്നും. പക്ഷെ നല്ലതായിരുന്നു അവിടെ, നല്ലതുപോലെ ആസ്വദിച്ചു. അതെല്ലാം കഴിഞ്ഞു. എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം അഞ്ച് റൗണ്ടെങ്കിലും നമ്മൾ വന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ അമ്മൂസും കൂടെ ഇച്ചിരി നടന്നു. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കണ്ടു. ഞങ്ങൾ പിന്നെ കിളിയും പാമ്പിൻ്റെയൊക്കെ അടുത്തൊക്കെ വന്നു. തത്തയൊക്കെ ഉണ്ടായിരുന്നു.
എല്ലാത്തിനും ഇരുന്ന് എടുക്കാൻ പറ്റും. ചേട്ടൻ പറഞ്ഞ് വേണമെങ്കിൽ പാമ്പിനെയൊക്കെ വേണമെങ്കിൽ കഴുത്തി ഇട്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. ചേട്ടൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എടുക്കണമെന്ന് കരുതി കഴുത്തിലേക്ക് ഇടണമെന്ന് കരുതി പോയി. പക്ഷേ പറഞ്ഞ് എനിക്ക് വയ്യെന്ന് പറഞ്ഞ് പിന്നെ അത് എടുത്തതൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു കിളിയെ എടുത്ത് വന്നു. അതെല്ലാം നോക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്മൂസിന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി ഒരു കടയിൽ കയറി കഴിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടാറ്റ.